ഇന്ത്യയിലെ ക്രെഡിറ്റ് കാർഡ് ഉപയോക്താക്കളെ സംബന്ധിച്ചിടത്തോളം 2026 ഏപ്രിൽ 1 നിർണായകമായ ഒരു ദിനമാണ്. കാരണം 1962 മുതൽ നിലനിന്നിരുന്ന പഴയ ആദായ നികുതി വ്യവസ്ഥകൾക്ക് പകരമായി ഇൻകം ടാക്സ് ആക്ട് 2025 കീഴിലുള്ള പുതിയ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. ഈ പരിഷ്കാരങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ സുതാര്യമാക്കുന്നതിനോടൊപ്പം ചില പുതിയ ഉത്തരവാദിത്തങ്ങളും നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ആദായ നികുതി വകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ള 5 പ്രധാന മാറ്റങ്ങൾ നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യത്തെ മാറ്റം നിങ്ങളുടെ വലിയ ഇടപാടുകൾ നിരീക്ഷിക്കുക എന്നതാണ്. ഇനി മുതൽ ഒരു സാമ്പത്തിക വർഷം ഒന്നോ അതിലധികമോ ക്രെഡിറ്റ് കാർഡുകൾ വഴി നടത്തുന്ന പണമിതര ഇടപാടുകൾ, ഉദാഹരണത്തിന് ഓൺലൈൻ പർച്ചേസുകളാണ് 10 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ആണെങ്കിൽ ബാങ്കുകൾ ആ വിവരം ആദായ നികുതി വകുപ്പിന് റിപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ല് പണമായി അടയ്ക്കുന്നതിനും നിയന്ത്രണങ്ങളുണ്ട്. 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ബില്ലായി പണം അടച്ചാലും ബാങ്കുകൾ അത് റിപ്പോർട്ട് ചെയ്യുമെന്ന് സാരം. നിങ്ങളുടെ വരുമാനവും ചിലവും തമ്മിൽ പൊരുത്തമുണ്ടെന്ന് ഉറപ്പുവരുത്താനാണ് ഈ കർശനമായ നീക്കങ്ങൾ. 10 ലക്ഷം രൂപയുടെ പരിധി എന്നത് പുതിയ നിയമത്തിൽ മാത്രം വന്ന ഒന്നല്ല, അത് വർഷങ്ങളായി നിലവിലുള്ളതാണ്. എന്നാൽ പുതിയ ആക്ട് നിലവിൽ വരുന്നതോടെ ഈ ഇടപാടുകൾ നിങ്ങളുടെ ഇൻകം ടാക്സ് പോർട്ടലിലെ AIS, അതായത് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ കൂടുതൽ വ്യക്തമായി തെളിയും. അതുകൊണ്ട് നിങ്ങളുടെ വരുമാനത്തെക്കാൾ കൂടുതൽ ക്രെഡിറ്റ് കാർഡ് ചിലവുകൾ വരുന്നുണ്ടെങ്കിൽ നികുതി വകുപ്പിൽ നിന്നും നോട്ടീസ് വരാനുള്ള സാധ്യതയുമുണ്ട്. രണ്ടാമത്തെ മാറ്റം പാൻ കാർഡ് അപേക്ഷകർക്ക് ആശ്വാസകരമായ ഒന്നാണ്. പാൻ കാർഡിനെ അപേക്ഷിക്കുമ്പോൾ വിലാസത്തിനുള്ള രേഖയായി ഇനി നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റുകൾ സമർപ്പിക്കാൻ സാധിക്കും. 3 മാസത്തിൽ താഴെ പഴക്കമുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് ഇതിനായി ഉപയോഗിക്കാൻ പറ്റുക. മൂന്നാമതായി ആദായ നികുതി ഓൺലൈനായി അടയ്ക്കുന്നതിന് ഇനി നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കാം എന്നതാണ്. നേരത്തെ ഡെബിറ്റ് കാർഡുകൾക്കും നെറ്റ് ബാങ്കിങ്ങിന് മാത്രം ഉണ്ടായിരുന്ന ഒരു സേവനമാണ് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡുകൾക്കും കൂടി വന്നിരിക്കുന്നത്. നാലാമത്തെ പ്രധാന മാറ്റം കമ്പനി നൽകുന്ന ക്രെഡിറ്റ് കാർഡുകളെ സംബന്ധിച്ചുള്ളതാണ്. ഒരു സ്ഥാപനം തങ്ങളുടെ ജീവനക്കാർക്ക് നൽകുന്ന ക്രെഡിറ്റ് കാർഡിന്റെ ചിലവ് കമ്പനിയാണ് വഹിക്കുന്നതെങ്കിൽ അത് ജീവനക്കാരന്റെ ഒരു ആനുകൂല്യമായി കണക്കാക്കി നികുതി ഈടാക്കും. എന്നാൽ ഈ ചിലവുകൾ പൂർണ്ണമായും ഔദ്യോഗിക ആവശ്യങ്ങൾക്കാണെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ കമ്പനി സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ നികുതി ഇളവും ലഭിക്കും കേട്ടോ. അവസാനമായി ക്രെഡിറ്റ് കാർഡുകൾക്കായി അപേക്ഷിക്കുമ്പോൾ ഇനി പാൻ കാർഡ് നിർബന്ധമാണ് എന്നതാണ്. പാൻ നമ്പർ ഇല്ലാത്ത ക്രെഡിറ്റ് കാർഡ് അപേക്ഷകൾ ബാങ്കുകൾ സ്വീകരിക്കില്ല. വ്യാജ അക്കൗണ്ടുകൾ തടയുന്നതിനും എല്ലാ സാമ്പത്തിക ഇടപാടുകളെയും നികുതി സംവിധാനവുമായി ബന്ധിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ഈ മാറ്റങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ലെന്ന് സാരം.